ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കുറേ കാലത്തിലെ ഡിസ്കഷനും പ്ലാനിങ്ങിനും ശേഷം നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഫൈനലി തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്ത വൈബ് എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതന്നെ ആയിരിക്കുമെന്ന് അറിയില്ല, യൂട്യൂബ് ചാനൽ വരുമ്പോൾ അറിയാം. ഞാനിപ്പോൾ മൈൻഡിൽ ഫിക്സ് ആയിരിക്കുന്നത് തന്ത വൈബ് എന്നാണ്. കാരണം നമ്മുടെയൊക്കെ വൈബ് തന്ത വൈബാണ്, കൂടെ ഉള്ളതും തന്തമാരാണ്. ഞാൻ തന്തയല്ലെങ്കിലും കൂട്ടത്തിൽ മെജോറിറ്റി തന്തമാരാണ്. അതുകൊണ്ട് ഞാൻ തന്ത വൈബ് എന്നാണ് നമ്മൾ പേജിന് പേര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പുറത്ത് പോണതും പരിപാടി, ചുമ്മാ ചില്ല് ഔട്ട് ചെയ്യുന്ന പരിപാടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ഇടാം. ചുമ്മാ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അതാണ് നമ്മുടെ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് വെച്ചാൽ ഹബീബൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. ഹബീബക്കാന്ന് വിളിക്കേണ്ട പറഞ്ഞു, HR എന്നാണ് ഇത്ര വിളിക്കണ്ടേ. അതെന്താ HR എന്ന് വിളിക്കണ്ടേ? കാരണം എന്താ? ആൾക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പൊ ഞാൻ ഈ ഇക്കാന്ന് വിളിക്കുമ്പോ തന്ത വൈബ് തന്നെ പേരിടാൻ കാരണം ഇവനാണ്. ഇവന്റെ വൈബ് കൊണ്ട് മാത്രമാണ് തന്ത വൈബ്, ബാക്കി എല്ലാരും യങ്ങാണ്. അപ്പൊ നമ്മുടെ ആകാശാട്ടനുണ്ട്. ആകാശാട്ടനാണെങ്കിൽ കല്യാണത്തിന് ടെൻഷനിലാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹഷ്ന ചേച്ചിന്റെ വീട്ടില് ചെറിയൊരു വീക്കെൻഡ് സാറ്റർഡേ പാർട്ടി. അപ്പോൾ പാർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം പാർട്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഓരോ മൂവി ക്യാരക്ടറിലാണ് വരുന്നത്. ഇപ്പോൾ ക്യാരക്ടർ ഞങ്ങൾ ആരും എന്താന്ന് പറയുന്നില്ല, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് കാണാം. ഇനി ഒരു 10 പേര് ബാക്കിയുണ്ട്. എല്ലാവരും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആകാശേട്ടാ ഒരു ഹായ് പറയൂ. കോളുകൾ വന്നു തുടങ്ങി. നമ്മൾ ലേറ്റ് ആണ് നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഞാൻ മൈസെൽഫ് അമീർ, എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എല്ലാവരും ഇന്ന് പരിചയപ്പെടുത്തും. നമ്മുടെ ടീമിൽ നമ്മളെ ഗ്യാങ് ഒരു 10-15 പേരുണ്ട്. അപ്പൊ ഇന്ന് എത്ര പേര് വരുന്നുണ്ട്? ഇന്ന് ഒരു 10 പേരെങ്കിലും ഉണ്ടാവും എന്തായാലും. അപ്പൊ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം ഓരോന്നോരോന്നായിട്ട്. നമ്മൾ ഇനി അശ്ന ചേച്ചിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. കോള് വന്നു. അപ്പൊ നമ്മള് അശ്ന ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മളവിടെ അങ്ങനെ അക്ഷനേജിന്റെ അവിടെ വീട്ടിലെത്തി. നമ്മൾ കയറാൻ പോവാണ്. അഭിമുഖ ഫുൾ ക്യാരക്ടറിലാണ് ഇറങ്ങണത്. വേണ്ട ഉള്ള ഷോട്ട് മതി നമുക്ക്. ഇങ്ങോട്ട് വാ, വ്ളോഗ് എടുക്കണായിരുന്നു. പറഞ്ഞിട്ടില്ല. നമ്മളപ്പോ കുറച്ച് പേർക്ക് സർപ്രൈസ് ആണ്. അനുവിനും ബിനുവിനും ഒക്കെ അറിയാം. നമുക്കിപ്പോ ബിനുവിനൊക്കെ നാച്ചുറലായിട്ട് കാണാം. ഞങ്ങളെ കുറച്ച് ഫേക്ക് ആയിട്ടായിരിക്കും നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ ലൈറ്റ് ഉണ്ട് പുറത്ത്. ഈസി വരട്ടെ, അപ്പൊ എല്ലാം ഈസി ആയിരിക്കുമല്ലോ. ഹായ് ബിനു, എന്താ ഫോർമൽസ് കല്യാണം ഉണ്ടോ? ഇതാണ് ഈസിനെ കണ്ടില്ലേ? ഇതാണ് മിസ്റ്റർ ബിനു, നമ്മുടെ എല്ലാവരുടെയും പ്രൊഫസർ ബിനു. ഇതാണ് നമ്മുടെ ഗ്രൂപ്പില് ശരിക്കുള്ള തന്തമാരിൽ ഒരാൾ. ഹലോ, നമ്മുടെ വ്ളോഗാണ്. ഇത് ക്യാരക്ടർ ഗസ്റ്റ് ചെയ്യൂ. അപ്പൊ പേര് ഇത് രാഹുൽ. ശരിക്കുള്ള തന്തമാര് 2-ൽ 1 തന്ത. നിങ്ങളെ ക്യാരക്ടറുകളൊക്കെ ഗസ്റ്റ് ചെയ്യട്ടോ. കണ്ടുപിടിക്കൂ ഗൈസ്, ഗസ്റ്റ് ചെയ്യൂ. ഇത് ടീച്ചറൊക്കെയാണ്. വ്ളോഗ് പുറത്ത് വരും. മാനക്കേടാണ് ഗൈസ്. എന്നെ ഇവിടെ ആർക്കും വിശ്വാസമില്ല. ഞാൻ മുന്നേ ഒരു വ്ളോഗ് എടുത്തിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വ്ളോഗ്. പക്ഷെ ആരാണ് ആക്ച്വലി എനിക്ക് പൊളിച്ചുപുറത്തിലെ ഡയലോഗ് ഷോ അവനായിരുന്നു ആഗ്രഹം. കോസ്റ്റ്യൂം സെറ്റ് ആവാത്തോണ്ട് മാത്രം പച്ചക്കുതിര. ഇത് ഏതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ, പറഞ്ഞത് നന്നായി. ഞാൻ പേര് പറഞ്ഞില്ല, പേര് പറയൂ അറിയാത്തവർക്ക്. എന്റെ പേര് അനു. ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമുള്ളത് ഞാനാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോ മറ്റേ പ്രായത്തിന്റെ മേലെ പട്ടിക്കുന്ന നോക്കുമ്പോ വയറുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ആ മറ്റേത് തന്നെ ആവേശം. എടാ രാഹുൽ, നിന്റെ വൈറ്റ് ഷർട്ട് ഉണ്ടോ? ഒരു വൈറ്റ് ഷർട്ട് തൽക്കാലം മേടിച്ചിട്ടാ പോരെ.
അത് വലിയ പാടാ. പിന്നെ മാല ഞാൻ ഒരു ജാക്കറ്റ് ഉണ്ടാവും വിചാരിച്ചു. ഈ യോബിന്റെ പുസ്തകത്തിൽ ജാക്കറ്റ് ഇല്ലേ? യോബിന്റെ പുസ്തകം വലുത്, ഇത് വരത്തനാ. വരത്തം വേറെ സിനിമ മനുഷ്യ. അന്ന് എന്റെ മൈൻഡിൽ യോബിന്റെ പുസ്തകം ഞാൻ ഉണ്ടായിരുന്നു. വരത്തല്ലേ എന്താ അവന് ക്യാരക്ടർ ഉള്ളത്? അതിന് ലാസ്റ്റ് ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ട് ഹലോ ആ ചേച്ചി ചേച്ചി ബ്ലോഗിലൊരു ഹായ് പറയൂ. നമ്മളെ ഫുൾ വ്ലോഗ് ഉണ്ടെന്ന്. രാഹുലിനോട് പറയരുത്, ഓവറായി ചളവൻ ഹാപ്പിയുള്ളോട് നീ ആ വൈറ്റ് പോയിടും. രാഹുലിന് ഷർട്ട് മേടിക്കും. ഇതാണ് അശ്ന കേട്ടോ. അശ്നന്റെ വീട്ടിലോട്ട് വരാന്ന് രാവിലെ കൊറേ നേരമായി പറയാൻ തുടങ്ങിട്ട്. ഇന്നത്തെ പാർട്ടി ഹോസ്റ്റൽ. ഈ സാധനം പുറത്ത് വരും. ഈ സാധനം ഉറപ്പായും പുറത്ത് വരും. ഈസിനെ കണ്ടില്ല പറയുന്നത്. ഇതാണ് ഈസി. ഹായ് പറയൂ. ഹൈഫൈ ഒക്കെ തരും. ഗുഡ് ബോയ് ആണ്. ബിനുവിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ മൂഞ്ചി വന്ന് പ്ലാൻ ബി ആയിട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അറിയാനോ സ്വയം ഒരു ധാരണ ഉള്ളതുകൊണ്ട് പറഞ്ഞ ആവേശം എടുക്കാനായിട്ട് അപ്പൊ കേക്കത്തില്ല. ബിനുവിന് വയറുണ്ടേ. വലിയ ഷർട്ട് വേണേ. ഇവന്റെ ഉണ്ണിവേരങ്ങളെ കാണാതെ പോരുത് ഗൈസ്. ഇത് ഉറപ്പായി ഇറങ്ങും. ഉറപ്പ്. ഇതുവരെ കണ്ട പോലത്തെ വ്ളോഗ് അല്ല ഇത്. ഇത് ഇറങ്ങിയ നിന്നെ ഞാൻ ബുർജ് ഖലീഫ 99 ദിറം കൊടുത്ത് ഹൈറ്റി മേടിച്ചു തരും. ഇത് നമ്മള് ഇറക്കി കാണിക്കും. ഇത് ഇറക്കണം. ഇത് ഇറക്കിയ 99 ദിറത്തിന്റെ ഹൈറ്റി ബുർജ് ഖലീഫല്ലേ. ഗൈസ് ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഗൈസ് പറയണല്ലോ. ഇനി ഞാൻ ഗൈസ് പറയുന്നത് ഇവൻ 99 ബുർജ് ഖലീഫ ഹൈറ്റി ഈ ഞാൻ സ്പോൺസർ ചെയ്യും. തോന്നുമ്പോഴല്ല ഡേറ്റ് ഒന്നും പറയണ്ട. ഡേറ്റ് ഒന്നും പറയണ്ട. within 2 weeks. അഭിതൻ 2 വീക്സ് ഇറക്കിയാല് ഇവന് 990 ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യും. എടാ നീ എന്താ ബാക്കി വന്നിട്ട് എടാ നിന്നെ കാണിക്കണ്ട്. പേടിക്കണ്ട. ഈസിനെ പരിചയപ്പെടുത്തട്ടെ. ഇതാണ് ഈസി. ഇവിടത്തെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു. പക്ഷെ പാവാ. ഒരു വായിക്കുള്ളൂ ഞാനൊക്കെ. അതല്ല ഇപ്പൊ കടി മേടിച്ച് വീട്ടിൽ പോയല്ലേ. കറിവിക്കട്ടെ. ചേട്ടൻ കാണിക്കുന്നു തന്നെ കാണിക്കും. എന്താ ഇങ്ങനത്തെ സാധനമൊക്കെ ഇല്ല. ഇങ്ങനെ എനർജി ഇല്ല കേട്ടോ ബിനുവിനൊന്ന്. തന്തവയെന്ന് പേരിട്ട് ശരിക്കും തന്ത കഴിക്കണേ. എനർജിയേ ഇല്ല. ക്യാമറ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്യാമറ കോൺഷ്യസ് ആണ്. ക്യാമറ ഷൈ ആണ്. സോറി ഗൈസ്. ഞാൻ കുറച്ച് ക്യാമറ ഷൈ ആണ്. ഇത് ഫേക്ക് ആട്ടോ ബിനു. ഇത് ഫേക്ക് ബിനു. ഫേക്ക് ബിനു പോരാ. എനർജി പോരാ. ക്യാമറ വെച്ച് കോഴ്സ് നമുക്ക് ബിനുവിന് നിങ്ങള് ഹബീബിക്ക് ഇതാണ് നിങ്ങൾ പറഞ്ഞ ക്യാമറ ഷൈ അല്ല. ഇവിടെ ആരും ബിനു നോക്ക് വൻ ക്യാമറ ഷൈ. ഓ അഭി നീ ഇത്ര ഹാർഷായിട്ട് സംസാരിക്കില്ല. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു താനായിരിക്കും ഇതിന്റെ പ്രശ്നം. അൻസാന് ഡിക്യുവിന്റെ ലുക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് അവൻ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് സംഭവം ഇവർക്ക് അറിയില്ലായിരിക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കുക. അൻസാനിക്കാനെ ഒന്ന് ഇൻട്രോഡ്യൂസ്. നമ്മുടെ ഇവിടുത്തെ പാവങ്ങളുടെ ദുൽഖർ സൽമാനാണ്. അതെന്ന് പറഞ്ഞാൽ പക്ക ദുൽഖറിനെ പോലെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്യാരക്ടർ ആയിട്ട് അവൻ DQ ആയിട്ട് എടുക്കുമല്ലോ എന്നാണ് ഇപ്പൊ ഇവിടുത്തെ നമ്മളൊരു പോൾ എടുക്കുന്നത് അല്ലേ. ഞാൻ പറയണ അവൻ DQ ആവാൻ. എനിക്കും തോന്നുന്നുണ്ട് ചിലപ്പോ DQ അല്ലാത്ത. എനിക്ക് ഉറപ്പാണ് അവൻ DQ ആയിരിക്കും. കുറുപ്പായിരിക്കും. ഞാനും പറയുന്നത് കുറുപ്പായിരിക്കും. ഒരു റൗണ്ട് പോയിട്ടോ ഞാൻ ആലോചിക്കട്ടെ. തിരിച്ചു വരില്ല. ഇവിടെ DQന് കോമ്പറ്റീഷൻ ആട്ടോ. ഒരു ചാർലി ഉണ്ട് ഓൾറെഡി. വന്നിട്ടുണ്ട്. നീ ഏതാണാ? ആരാ എന്താ ഓ ക്യാരക്ടർ അല്ല. ഇതാണ് അൻസാൻ. നമസ്കാരം.
അവന് പറ്റിയിട്ടില്ല കേട്ടാ. എന്റെ മുതലാളി ഉണ്ട് ഓൾറെഡി ഒരു ദുൽഖർ, വേറൊരു ദുൽഖർ ഇവിടെ വേണ്ട. ഇതാണ് അൻസാൻ. അൻസാൻ ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ്. സാർ എന്തെങ്കിലും പറയൂ, രണ്ടു വാക്ക് പറയൂ. ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഈ വ്ലോഗ് പുറത്തിറങ്ങിയ 99 ദിർഹം കൊടുത്ത് ബുർജ് ഖലീഫ കാണിക്കാൻ ഞാൻ കൊണ്ടുപോകാം. ബുർജ് ഖലീഫ നീ കണ്ടിട്ടില്ലേ? ഞാൻ പറയും 99 ഞാൻ പോയിക്കോളാം. ഈ വീഡിയോ എടുത്തതിനേക്കാളും എളുപ്പമാ ശരിക്കും. ശരിക്കും ഒരു 200 ദിർഹമെങ്കിലും ആക്കണം. ക്യാമറ ഇപ്പൊ തലേ വീട് പോയി കുപ്പി കൊത്തും. ഈ മാല ഞാനങ്ങ് തരും. സ്വർണ്ണമാണ് ഞാൻ വാങ്ങിയത്. കുറുപ്പാന്നൊക്കെ പറഞ്ഞു വന്നിട്ടേ പേടിച്ചിരിക്കുക. ഇത് കുറുപ്പല്ല, കറുപ്പ്. ഇവിടെ പാർട്ടിക്ക് ഇങ്ങനെയാണോ വരുന്നത്? ഞങ്ങളൊക്കെ എങ്ങനെ എന്നെ കോലത്തിലാണ് ഫുൾ പാർട്ടി കഴിഞ്ഞിട്ട് തരണം അറിയാം. ഫുൾ പാർട്ടി കഴിഞ്ഞ് നേരെ ബിനുവുള്ള ഫുൾ പാർട്ടിക്ക് എന്നൊക്കെ. ഈ ഒരു മാതിരി നാടിപ്പരോട് കാണിക്കില്ല. പുതിയൊരു ടീം വന്നിട്ടുണ്ട് നമ്മുടെ. പുതിയ കുറച്ച് ടീമുകളുണ്ട്, പരിചയപ്പെടുത്തും. ഇതാണ് നമ്മുടെ എക്സൈന്നൊക്കെ. ഹലോ പോളി പോളി. നിങ്ങൾ കണ്ടില്ലല്ലോ ഫോട്ടോക്കകത്ത് അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ കുറച്ച് പുതിയ ടീംസ് വന്നിട്ടുണ്ട്. ഇതാണ് അനന്ത്. ഇതാണ് നമ്മുടെ ആടുതോമ. ഞാൻ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുക. ഇതാണ് നമ്മുടെ തന്ത വൈബ് ഗ്രൂപ്പിലെ തന്ത നമ്പർ 2 ശ്രീലാൽ. പരിചയപ്പെടുത്തി കൊടുക്കൂ. ന്യൂലി വെറ്റ്സ് ആണ്. ഫ്രം കണ്ണന്നൂർ. ടീം രാജമാളികയായിട്ട് വന്നിരിക്കുന്ന ആരാണ്? എന്താ പേരെന്താ പറയും? ഇത് സാഗർ ദാസ്. ഇത് സാഗരേട്ടന്റെ വൈഫാണ്. ഞാൻ ആകാശഗംഗയിലെ ഒരാൾ ഇവിടെ ജൂണാണ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ മെയ് ആണ് പറഞ്ഞിട്ടില്ല. ചൂടാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മെയ് ആണല്ലോ. ഇത് ശങ്കർ മിസ്. ഓ ഏതാ ഫ്രെയിം അല്ലേ? മോഹൻലാല്, ദുൽഖർ, മമ്മൂട്ടി, അളിഞ്ഞ ഫാസിൽ. ഇയാളെ വീഡിയോ പൊറോട്ട തിരിച്ച് കണ്ടു. അപ്പൊ ഗൈസ്, ഫൈനലി നമ്മുടെ എല്ലാ ടീംസും എത്തിയിരിക്കാണ്. എല്ലാവരും ഒരു ഹായ് പറയും ഗൈസ്. അപ്പൊ നമ്മൾ പാർട്ടി ഇവിടെ തുടങ്ങാണ്. കൊറേ നേരമായി നമ്മൾ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പൊ റിവീൽ ചെയ്യും 1 by 1. എല്ലാരും റെഡി അല്ലേ? എനർജി പോരാ ഗൈസ്. ഹബീബിക്ക് ഇവിടെ റീൽ ഷൂട്ട് ചെയ്യാണ്. അതിന്റെ BTS ആണ്. ഞങ്ങള് മറ്റേ റീലിലിടാൻ വേണ്ടിട്ടുള്ള സെപ്പറേറ്റ് കണ്ടന്റ് ആണ്. ഇപ്പൊ റീൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. ഇതായിരിക്കും നിങ്ങൾ എല്ലാരും കാണാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ യൂട്യൂബിൽ ഒന്ന് കാണാം. ഓക്കെ. അവന്റെ അമ്മയുടെ തല കലിപ്പ് തീരണില്ലല്ലേ? പൂട്ടും ഒടുക്കത്തെ പൂട്ട്. ഈ പൂട്ട് ഇവന്റെ പ്രതിഭ കൊള്ളാലേ കൊള്ളാലേ.
പൊളിച്ചു കേട്ടോ, സോമേശ്വരന്റെ പൊളിച്ചു. റെഡി വാ. വേപ്പ് വാങ്ങിക്ക് വേപ്പ് വാങ്ങിക്ക് വേപ്പ് വാങ്ങിക്ക് വേപ്പ് വാങ്ങിക്ക്. വാ 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 വാ. മുട്ട് പിടിച്ചാക്കിട്ടാ. വീഡിയോ ഞാനത് തന്നിട്ട് സാർ ഒന്ന് പൈസ എടുക്കണം പ്ലീസ്. പ്രോസിക്യൂഷൻ എക്സിബിറ്റ് നമ്പർ 6. ക്ലാസ് എടുത്തിട്ടിരിക്കുക. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വ്ലോഗ് അങ്ങനെ വൈൻഡ് അപ്പ് ഒരിക്കലും ചെയ്യണം. പോകാൻ പറ്റാത്ത vlog ഇവരൊക്കെ പറയുന്നുണ്ട് ഇത് ഇറങ്ങില്ല എന്ന്. ഇറങ്ങില്ല. ഞാൻ ഇതിന് മുന്നേ ഞാൻ സത്യമായിട്ട് പ്രോമിസ് ചെയ്യണം, ഞാൻ ഇതിന് മുന്നേ എടുത്ത വീഡിയോ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഈ വീഡിയോ ഇറങ്ങും, നിങ്ങളിത് കാണും. ഇറങ്ങാത്ത വീഡിയോയുടെ കൂടെ ക്യാമറമാൻ അമീറിന്റെ കൂടെ